എങ്ങനെയുണ്ട്? വൈരം കൊണ്ട് പൊതിഞ്ഞൊരു അരഞ്ഞാണം. പത്താം മാസത്തെ പോലും നിനക്ക് അണിയാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു അരഞ്ഞാണം നോക്കി തന്നെ വാങ്ങി. പിടിക്ക്. എങ്ങനെയുണ്ട് ഗംഗേ? ഇനി മുതല് എല്ലാ ദിവസവും ഇതിൽ നിന്ന് കുറച്ച് കുങ്കുമപ്പൂ കഴിക്കണം. ഇത് കാശ്മീരിൽ മാത്രം കിട്ടുന്ന അപൂർവമായിട്ടൊരു കുങ്കുമപ്പൂവാ. ഇതെല്ലാ ദിവസവും നീ കഴിച്ചു കഴിഞ്ഞാ നമ്മുടെ മകനെ നല്ല ചുവന്ന് തൊടുത്ത് സുന്ദരനായിട്ടായിരിക്കും ജനിക്കുക. ഇതങ്ങോട്ട് പിടിച്ചേ. പിടിക്ക്. ഗംഗെ, എന്തു പറ്റി ഗംഗെ? എന്തിനാ നീ കരയുന്ന? നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനായി ആരുണേട്ടന് ഇതൊക്കെ വാങ്ങിട്ട് വന്നില്ലേ? പക്ഷെ എന്റെ വയറ്റില് കുഞ്ഞില്ല അരുണേട്ടാ. എന്തൊക്കെയാ നീ പറയുന്നത്? ഞാനിപ്പോ ഗർഭിണിയല്ല. അച്ഛൻ മരിച്ച അന്ന് ആ വിഷമത്തില് എന്റെ ഗർഭം അലസി പോയതാ. അന്ന് അച്ഛൻ മാത്രമല്ല നമ്മുടെ കുഞ്ഞും പോയി അരുണേട്ടാ. ഇത് ഞാൻ പറയാതിരുന്നത് അരുണേട്ടന് സന്തോഷം ഇല്ലാതാക്കണ്ടെന്ന് കരുതിയ, അല്ലാതെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്നോട് ക്ഷമിക്കരുണേട്ടാ. ഗംഗേ, ഇതിനെന്തിനാ നീ കരയുന്നത്? ഗർഭം അലസിയാലെന്താ? തീർച്ചയായിട്ടും നമുക്കൊരു ആൺകുട്ടി തന്നെ ജനിക്കും. നീ ഇങ്ങനെ കരയാതിരിക്ക. അരുണേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ച. എന്നാ അതൊക്കെ ഇപ്പൊ പാതി മോഹമായി അവസാനിച്ചില്ലേ? ഗംഗേ, കുഞ്ഞില്ലാന്ന് അറിഞ്ഞതിനെക്കാളും നീ ഇങ്ങനെ കരയുന്ന കാണുമ്പോഴാണ് എനിക്ക് സങ്കടം. ഞാനൊരു മകൻ ആഗ്രഹിച്ചു എന്നുള്ളത് സത്യം. പക്ഷെ നീ ഇങ്ങനെ കരയുന്ന കാണുമ്പോ എനിക്ക് വിഷമമാ ഗംഗേ. കരയല്ല, കരയാതെ. ചെല്ലാനമ്മ പറഞ്ഞ സ്ഥലം ഇത് തന്നെയല്ലേ? എന്റെ ഗുരുനാഥയല്ലേ നമ്മളെ ഇവിടെ എത്തിച്ചത്. പക്ഷെ മാധവി എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഇദ്ദേഹത്തെ പറ്റി ഇവളോട് ആരായിരിക്കും പറഞ്ഞത്? രഹസ്യങ്ങളൊക്കെ ഇവള് മനസ്സിലാക്കൂ. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. എന്താ നടക്കുന്നതെന്ന് നോക്കാം. പോകാം.
ആരാ നീ? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാനൊരു ശിവ തപസ്വിനിയാണ്. ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നത്. ഇങ്ങോട്ട് വാ. പോയി നോക്കാം. ഞാൻ എന്ത് സഹായമാണ് നിനക്ക് ചെയ്യേണ്ടത്? എന്താണ് നിന്റെ ആവശ്യം? എനിക്ക് മാത്രം സ്വന്തമായ ഒരു അപൂർവ വസ്തു അപഹരിക്കാനായി മായശക്തി എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ആ മായശക്തിയുടെ രൂപം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതിലേക്ക് എത്തിച്ചേരാനായി നിങ്ങൾ തന്നെ എനിക്കൊരു മാർഗം നിർദ്ദേശിക്കൂ. നിനക്ക് സ്വന്തമായൊരു വസ്തു എന്നല്ലേ പറഞ്ഞേ? അത് സത്യത്തിൽ നിന്റെ സ്വന്തമാണോ? അത് എന്റെ കയ്യിൽ എത്തിച്ചേർന്നാൽ പിന്നെ അതെന്റെ സ്വന്തം എന്ന് പറയാമല്ലോ. അത് എന്റെ സംരക്ഷണയിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത് ന്യായം തന്നെയല്ലേ? ന്യായങ്ങൾ അവസരത്തിനനുസരിച്ച് മാറ്റാമോ? അതിനെപ്പറ്റി സംസാരിക്കണ്ട. നിന്നെ സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ. നിനക്ക് പോകാം. മായശക്തി തിരിച്ചറിയാനുള്ള ശക്തി അങ്ങേക്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. ദയവ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം അങ്ങ്. ഞാൻ അഭ്യസിച്ച മാന്ത്രിക വിദ്യകളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇപ്പോൾ വിദ്യകൾ ഉപയോഗിക്കാറില്ല. നിന്നെ സഹായിക്കാൻ ഈ സാഹചര്യത്തിൽ എനിക്കാവില്ല. അങ്ങയുടെ സമക്ഷത്തേക്ക് എത്താൻ സാധിക്കാത്ത രീതിയിൽ അങ്ങേക്ക് മാന്ത്രിക വലയം തീർക്കാൻ സാധിക്കുമെങ്കിൽ ഇപ്പോ മാന്ത്രിക വിദ്യ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? എന്റെ സംരക്ഷണത്തിനായി ചില മന്ത്രങ്ങൾ മാത്രം പ്രയോഗിക്കാറുണ്ട്. അല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രമുള്ള ശക്തികൾ എനിക്കിപ്പോ ഇല്ല. എന്നെ ഇനി നിർബന്ധിക്കരുത്. ഇദ്ദേഹം ഏറെ നിഗൂഢതകൾ നിറഞ്ഞൊരു വ്യക്തിയാണ്. എന്നെ ഇപ്പോ സഹായിക്കാനാകില്ലെന്ന് പറയുന്നത് സത്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. തൽക്കാലം പിന്മാറാം. മറ്റൊരവസരത്തിൽ വന്ന് ശ്രമിക്കാം. നിങ്ങളോട് ചോദിച്ചാൽ ഒരു വഴി തെളിയുമെന്ന് കരുതിയാ വന്നത്. സഹായിക്കാനാകില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല. ശരി, വരട്ടെ.
ഇദ്ദേഹത്തിന് അവളെ സഹായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഇനി നമ്മൾ ചോദിച്ചാലും അങ്ങനെ തന്നെ പറയുമായിരിക്കും. അതേ ഭൈരവി, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കാതിരിക്കരുത്. ഇത്രയും പറഞ്ഞു കേട്ട സ്ഥിതിക്ക് കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നല്ലത്. ഇനി നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം നന്ദിനി. വേറെ എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് കിട്ടും. വാ, നമുക്ക് ഇവിടെ ഇറങ്ങാം. എന്നെ കാണാൻ വന്നിട്ട് കാണാതെ പോകുന്നത് എന്താണ്? വാ. ഞങ്ങള് ഒരു ഉപകാരം ചോദിച്ചു വന്നതായിരുന്നു. പക്ഷേ കുറച്ചു മുൻപ് ഇവിടെ വന്നു പോയ മാധവിയോട് അങ്ങ് സാധ്യമല്ലെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് അങ്ങയോട് ഒന്നും ചോദിക്കാനാകാതെ ഞങ്ങൾ പോകാൻ തുടങ്ങിയത്. വന്നവളുടെ ഉദ്ദേശം ശരിയല്ല, അതാ പറഞ്ഞയച്ചത്. പക്ഷെ നിന്നെ കണ്ടാൽ ധർമ്മത്തിനായി പോരാടുന്നവളാണെന്ന് മനസ്സിലായി. നിന്നെ വെറും കൈയോടെ പറഞ്ഞയക്കാൻ തയ്യാറല്ല. പ്രശ്നം എന്താണെന്ന് പറയാ. ഇതാണ് നടന്ന കാര്യങ്ങൾ. നീ ഈ പറയുന്ന കറുത്ത കുതിരയെ സൃഷ്ടിക്കുന്ന രീതിക്ക് മായപ്പിറവി തന്ത്രമെന്നാണ് പറയുന്നത്. മാന്ത്രിക വിദ്യയില് സപ്തസിദ്ധികളുടെ മൂർധന്യാവസ്ഥയിലെത്തിയവർക്ക് മാത്രമേ ഇത്തരമൊരു മായിക മന്ത്രം പ്രയോജനപ്പെടുത്താൻ അറിയൂ. മാന്ത്രിക ലോകത്തിൽ സപ്തസിദ്ധികളെ കുറിച്ച് അറിവുള്ള ഒരേ ഒരാൾ പുരുഷോത്തമൻ മാത്രമാണ്. ആരാണ് ഈ പറയുന്ന പുരുഷോത്തമൻ? ഞങ്ങൾ ഇരുവരും സ്നേഹിതരാണ്. ഞങ്ങൾ രണ്ടുപേരും ഹിമാലയത്തിലെ പരമജ്യോതി മുനിവര്യനിൽ നിന്ന് മായതന്ത്ര മന്ത്രവിദ്യകളെല്ലാം ഒരുമിച്ച് അഭ്യസിച്ചു. ഒരിക്കൽ പരമരഹസ്യ മന്ത്രമായ ഷോഡശമന്ത്രം ചൊല്ലിത്തരാനായി ഗുരുനാഥൻ ഞങ്ങൾ ഇരുവരെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. ആ സമയത്ത് അവൻ എന്റെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് മാറ്റി വിദ്യ അഭ്യസിച്ചു. എനിക്ക് ആ രഹസ്യമന്ത്രം അഭ്യസിക്കാനായില്ല. അവന് മാത്രമാണ് ഷോഡശമന്ത്രം അഭ്യസിക്കാനായത്. അതുമാത്രമല്ല, ആ മന്ത്രം മറ്റാരും മനസ്സിലാക്കാതിരിക്കാൻ അവൻ അപ്പോൾ തന്നെ ഗുരുനാഥനെ കൊന്നുകളഞ്ഞു. അവൻ അഭ്യസിച്ച മന്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ച് പല ദേശങ്ങളിലും നാശം വിതച്ചു. പലരുടെയും ശാപത്തിനിരയാണവനിപ്പോൾ. ഒടുവിൽ അവൻ കാവൽ ദൈവത്തോട് മത്സരിച്ച് ജയിക്കാനാവാതെ കഴുത്തറുത്ത് ആത്മാഹൂതി നടത്തി മരണം വരിച്ചു. പുരുഷോത്തമൻ മരിക്കുന്നതിന് മുൻപായി മറ്റാർക്കെങ്കിലും ഈ ഷോഡശമന്ത്രത്തെ അഭ്യസിപ്പിച്ചെങ്കിൽ മാത്രമേ മായപ്പിറവി തന്ത്രത്തെ ഉപയോഗിക്കാനാവൂ. അങ്ങ് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ പുരുഷോത്തമൻ മറ്റാർക്കോ മന്ത്രങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടാവാം. പുരുഷോത്തമനിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചവനായിരിക്കാം കാലചക്രം കൈക്കലാക്കിയത്. അങ്ങയുടെ ശക്തി ഉപയോഗിച്ച് അതാരാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് പറയാമോ? ഞാൻ മാന്ത്രിക പ്രയോഗം നടത്തില്ല എന്ന സങ്കല്പത്തിൽ ജീവിക്കുക. എന്നിരുന്നാലും നീ ഒരു ശക്തിനാഗമാണെന്നതിനാലും നിന്റെ പോരാട്ടം ധർമ്മത്തിനായതിനാലും ഞാൻ എനിക്കുള്ളിലെ മന്ത്രശക്തി ഉത്തേജിപ്പിച്ച് അവൻ ആരാണെന്ന് കണ്ടുപിടിച്ച് പറയാം. പുരുഷോത്തമൻ മരിച്ചിട്ടില്ല. അവനിപ്പോഴും ജീവനോടെയുണ്ട്. അവനിപ്പോഴും ജീവനോടെയുണ്ട്.
പുരുഷോത്തമനാണ് കാട്ടമ്മയുടെ ആ കാലചക്രം അപഹരിച്ചത്. അവനിപ്പോൾ മുൻപത്തേക്കാൾ പല മടങ്ങ് ശക്തിയുക്തനാണെന്ന് വേണം കരുതാൻ. അയാളുടെ രൂപം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ കണ്ടുപിടിച്ചോളാം. അവനിപ്പോൾ ഏത് രൂപത്തിലാണ്, എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പുരുഷോത്തമൻ ഇപ്പോ പുരുഷോത്തമ, എന്നെ ഇന്ന് ഇല്ലാതാക്കുകയാണല്ലേ? നിന്റെ മരണം ഈ ശക്തിനാഗം നിമിത്തമായിരിക്കും. നിന്റെ മരണം വരേക്കും എന്റെ ആത്മാവ് ഈ നാഗത്തിനോടൊപ്പം ഉണ്ടാകും. നിന്റെ മരണം നിശ്ചയമാണ്. ഇത് ഈ ചെമ്പകസിദ്ധന്റെ ശാപമാണ്. ഇവിടെ വന്നിട്ട് ഒരു പ്രയോജനം ഇല്ലാതായി പോയല്ലോ നന്ദിനി. ആ മായശക്തിയെക്കുറിച്ച് നമ്മൾ കുറച്ചെങ്കിലും അറിഞ്ഞല്ലോ. ഇനി ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. വാ പോകാം. എന്തെത്ത് ശരിക്കും വീഴാത്തതിനകത്തേക്ക്? അതും തോന്നുന്നു. എന്താ ദേവസേനെ, ബോറടിക്കുന്നുണ്ടോ? ഇങ്ങനെയാണോ ഗെയിം കളിക്കുന്നേ? ശരിയാവണല്ലോ അമ്മേ. എന്നാ നീ എന്റെ കൂടെ വാ, നിനക്കൊരു സർപ്രൈസ് കാണിച്ചു തരാം. സർപ്രൈസാ? എവിടെയാ അമ്മേ? എനിക്ക് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ മോളുടെ കണ്ണ് മൂടി അങ്ങോട്ട് കൊണ്ടുപോവുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ അമ്മേ. വാ. എങ്ങോട്ടാ അമ്മ എന്നെ കൊണ്ടുപോകുന്നേ? വാ മോളെ, പറയാം. പതുക്കെ. കണ്ണ് തുറക്കാൻ പാടില്ല, അമ്മയെ പറ്റിക്കരുത്. നമ്മളിപ്പോ എവിടെയാ നിക്കുന്നേ? ദേവസേനെ, കണ്ണ് തുറക്കാൻ പാടില്ല, അമ്മയെ പറ്റിക്കരുത്. നമ്മളിപ്പോ എവിടെയാ നിക്കുന്നേ? ഹായ് ഹായ്. എത്ര മിന്നാമിനുങ്ങൾ ഇവിടെ മുഴുവൻ. ദേവസേനെ, ഹായ് ഹായ്. ഇവള് വന്നപ്പോ മുതലാ കൊട്ടാരത്തിൽ പ്രശ്നങ്ങൾ വഷളായത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്കും ഇവൾക്കും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് മാറി നിൽക്കാം. ഇവൾ എന്താ ചെയ്യാൻ പോകുന്നേ നോക്കാം.
ഹായ്. ദേവസേന, ദേവസേന. അയ്യോ, ഇവളെ കുറിച്ച് ഞാൻ സംശയിച്ചതൊക്കെ ശരി തന്നെയാ. ഇപ്പൊ കൈയോടെ പിടികൂടിയാ. ഇവളുടെ പിന്നിൽ ആരൊക്കെയാണെന്നും ഇവൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോവും. അതുകൊണ്ട് ഇവളുടെ ഒപ്പം തന്നെ പോയി സത്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ.